ഹലോ കൂട്ടുകാരെ, സാന്ത്വനം ടുവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക, അതിനുശേഷം ലൈക്ക് ചെയ്യുക. അങ്ങനെ നമ്മുടെ ഗോമതിയും ആര്യനും ആകാശും തമ്മിലുള്ളൊരു സംഭാഷണമാണ് കാണിക്കുന്നത്. ഗോമതിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ, അതായത് എങ്ങനെ 1 കോടി രൂപ ബാലേട്ടൻ കൊടുക്കും എന്ന് പറഞ്ഞ് ആലോചിച്ച് ആകെ വിഷമിച്ച് നിൽക്കുകയാണ് ഗോമതി. ഗോമതി പറയുന്നൊരു സൊല്യൂഷൻ എന്തെന്ന് വെച്ചാൽ, എൻ്റെ കയ്യിൽ കുറച്ച് സ്വർണ്ണമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് എടുക്കാം, ഇപ്പോൾ സ്വർണ്ണത്തിന് നല്ല വിലയാണല്ലോ എന്ന് പറയും. അപ്പോൾ ആര്യം പറയും, വേണ്ട അമ്മേ, അത് അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതില്ല, നമുക്ക് വേറെ എന്തെങ്കിലും വഴി നോക്കാമെന്ന് പറയും. അങ്ങനെ ആകാശം ആര്യനും തമ്മിൽ സംസാരിക്കുമ്പോൾ ആര്യം പറയുന്ന ഒരു സൊല്യൂഷനാണ്, നമുക്ക് ജീവനെ കണ്ടൊന്ന് സംസാരിച്ച് നോക്കിയാലോ. ജീവൻ ഇത്തിരി ജെനുവിനായിട്ടുള്ള ഒരാളായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ജീവനെ കണ്ടൊന്ന് സംസാരിച്ച് നോക്കാം, എന്നിട്ട് ഈ നഷ്ടപരിഹാര തുകയുടെ എമൗണ്ട് കുറച്ചൊന്ന് കുറഞ്ഞ് കിട്ടിയാലും അത് നമുക്കൊരു ഉപകാരമായിരിക്കുമല്ലോ എന്ന് പറയും. അപ്പോൾ എന്നാൽ ശരി, അങ്ങനെ നോക്കാമെന്ന് ആകാശം പറയുന്നു. പിന്നെ ജോലിക്ക് പോകണ ആനന്ദിനെയാണ് കാണിക്കുന്നത്. അങ്ങനെ റോട്ടിൽ വെച്ചിട്ട് ഒരു ഒഴിഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ ആനന്ദ് ഫോൺ എടുത്തിട്ട് ദേവിയുടെ അച്ഛനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ദേവിയുടെ അച്ഛനോട് പറയും, നിങ്ങളുടെ മകള് നിങ്ങളുടെ മകൾ ഈ വീട്ടിൽ നിന്ന് പുറത്താവുമെന്നായപ്പോൾ നിങ്ങൾ പുതിയ ബുദ്ധി ഉപദേശിച്ചു കൊടുത്തത് കൊള്ളാം, നന്നായിട്ടുണ്ട് നിങ്ങളുടെ ബുദ്ധി. നിങ്ങളുടെ വാക്ക് കേട്ടിട്ടാണ് അവൾ ഗോമതി സ്റ്റോറിൽ പോണത്, എന്നിട്ട് അവൾക്ക് ഇവിടെ തന്നെ പറ്റിക്കൂടാനാണ് അവളുടെ ഉദ്ദേശം. അതൊന്നും നടക്കില്ല. മര്യാദയ്ക്ക് നിങ്ങൾ നിങ്ങളുടെ മകളെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ഗോമതി സ്റ്റോറിൽ പോകുന്നത് എങ്ങനെയെങ്കിലും നിർത്തിച്ചോളണ്ട് എന്ന് പറഞ്ഞ് ആനന്ദ് നല്ല ചൂടായിട്ട് തന്നെയാണ് ദേവിയുടെ അച്ഛൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. പക്ഷെ ദേവിയുടെ അച്ഛൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിൽ പുള്ളിയൊന്നും അറിഞ്ഞിട്ടില്ല. ആളൊരു തരികിടയൊക്കെ ആണെങ്കിൽ കൂടി ഗോമതി സ്റ്റോറിൽ പോണ കാര്യമൊന്നും ദേവിയുടെ അച്ഛൻ ഉദയഭാനു അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഉദയഭാനു പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞിട്ടൊന്നല്ല മോനെ അവൾ പോണത്, നിനക്ക് തെറ്റിയതാണ്, അവളുടെ സ്വന്തം ഇഷ്ടത്തിന് പോകുന്നതായിരിക്കും. അപ്പോൾ ആനന്ദ് മറുപടി പറയാണ്, നിങ്ങളങ്ങനെ കിടന്ന് ഉരുണ്ട് കളിക്കൊന്നും വേണ്ട, നിങ്ങളുടെ കുരുട്ട് ബുദ്ധിയൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവളെ പറഞ്ഞ് അത് നിർത്തിക്കോളുണ്ട്, ഇല്ലെങ്കിൽ നിങ്ങളുടെ മകളേനെ ഞാൻ നിങ്ങളുടെ വീട്ടിലോട്ട് തിരിച്ചയക്കും എന്ന് പറയും. അപ്പോൾ പിന്നെ ഉദയഭാനു പേടിയാവും. കാരണം ഉദയഭാനു പറയും, ഇല്ല ഞാനത് എങ്ങനെയെങ്കിലും പറഞ്ഞ് ശരിയാക്കിക്കോളാം, നീ പേടിക്കണ്ട, ഞാനത് ശരിയാക്കാമെന്ന് പറയും. എന്നിട്ട് ഇങ്ങനെ ഉദയഭാനു ആലോചിക്കുകയാണ്, ഇവൾക്ക് എന്തിനാണ് ഫോൺ കട്ട് ചെയ്യും ആനന്ദ്, ഇവളെന്തിനാണ് ഈ ഗോമതി സ്റ്റോറിൽ പോണത്, ആ മല്ലിയുടെയും മിളകിൻ്റെയും ഉപ്പിൻ്റെ ഒക്കെ പൊടി അടിക്കാൻ വേണ്ടിയിട്ട്. ഇവൾക്ക് വല്ല സ്വർണ്ണക്കടയിലോ അല്ലെങ്കിൽ അങ്ങനത്തെ നല്ല കടയിലോ പോയിരുന്നെങ്കിൽ ഒരു ഉപകാരമായിരുന്നേനെ എന്ന് പറയുകയാണ്. ഇതേ സമയം നമ്മുടെ ഗോമതി സ്റ്റോറിൽ തകൃതിയായിട്ട് പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാലൻ മാത്രം അവിടെ ഇല്ല. അപ്പോൾ ബാലച്ചൻ എവിടെ പോയത് രാമേട്ട എന്ന് ചോദിക്കും ദേവി. അപ്പോൾ രാമേട്ടൻ പറയാണ്, ബാലൻ എന്തോ ബാങ്കിൽ പോകണമെന്ന് പറഞ്ഞിരുന്നു, അപ്പോൾ ബാങ്കിൽ പോയിട്ടുണ്ടാവും എന്ന് പറയും. ആ ശരിയാണല്ലേ, എന്തിന് പോയതായിരിക്കും? അപ്പോൾ ആകാശ് പറയുന്നുണ്ട്, ലോണിൻ്റെ കാര്യത്തിന് പോയതായിരിക്കും, കാരണം ലോൺ എടുക്കണ്ടേ, ഇപ്പോൾ നമുക്ക് നല്ലൊരു ബാധ്യത വന്നില്ലേ. അപ്പോൾ ദേവി ചോദിക്കും, നമ്മൾ എന്തെങ്കിലും ഈട് വെക്കാതെ നമുക്ക് ലോൺ കിട്ടുമോ എന്ന് ചോദിക്കും. ആ ലോൺ കിട്ടുമൊന്നുമില്ല, ഈ കടയും വീടൊക്കെ വെക്കാൻ തന്നെയായിരിക്കും അച്ഛൻ്റെ ഉദ്ദേശം എന്ന് പറയും. ഈ സമയത്താണ് ഉദയഭാനു ദേവീനെ വിളിക്കുന്നത്. അതായത് ഉദയഭാനു ഫോൺ എടുത്തിട്ട് ഇങ്ങനെ ദേവീനെ വിളിക്കുകയാണ്. അപ്പോൾ ദേവി കടയുടെ ഉള്ളിലാണ്. അപ്പം എല്ലാ ദേവി ആരും കാണാണ്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഫോൺ എടുക്കുകയാണ്. എന്നിട്ട് ചോദിക്കുക, എന്തിനാ അച്ഛൻ വിളിച്ചത്? അപ്പോൾ നീ ഇപ്പം എവിടെയാണ്? ഞാൻ ഗോമതി സ്റ്റോറിൽ. എന്താ അച്ഛൻ കാര്യം എന്താ അച്ഛൻ പറ. അത് വേറെ ഒന്നുമല്ല, ആനന്ദ് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു നീ ഗോമതി സ്റ്റോറിൽ പോകുന്നുണ്ടെന്ന്. അപ്പോൾ അത് അവന് ഇഷ്ടമല്ല, അപ്പോൾ നിന്നോട് പോവണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. അപ്പോൾ ദേവി അതൊന്നും കേൾക്കുന്നില്ല. ദേവി പറയാണ്, ഇവിടെ നല്ല തിരക്കുള്ള സമയമാണ്, അച്ഛന് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ദേവാൻ, അല്ല മോളെ, നീ ഇതൊന്ന് കേൾക്ക്, കൃത്യമായിട്ട് കേൾക്ക്. അവൻ വിളിച്ചിട്ട് എന്നെ വിളിച്ച് ഒരുപാട് ചൂടായി. അവൻ പറയണത് നീ ഇനിയും ഗോമതി സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നിന്നെ അവൻ വീട്ടിൽ കൊടുന്നാക്കുമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് മോൾ ഇനി മുതൽ ഗോമതി സ്റ്റോറിൽ പോകണ്ട എന്ന് പറയും. അപ്പോൾ ദേവി, അതൊന്നും പറ്റില്ല, അച്ഛന് വേറെ വല്ലതും പറയാനുണ്ടെങ്കിൽ പറ, ഗോമതി സ്റ്റോറിൽ പോകാതിരിക്കാൻ പറ്റുന്നില്ല, പിന്നെ ഇപ്പോൾ നല്ല തിരക്കുള്ള സമയമാണ്, അങ്ങനെ തിരക്കാണെന്നൊക്കെ പറയും. ദേവി ഫോൺ കട്ട് ചെയ്യാണ്. പിന്നെ പുറത്ത് പോയ ബാലനെയാണ് കാണിക്കുന്നത്. ബാലൻ വണ്ടി എടുത്തിട്ട് വണ്ടി തിരിക്കാൻ നേരത്ത് നമ്മുടെ മിത്രയുടെ അച്ഛൻ വരും. മിത്രയുടെ അച്ഛൻ പറയും, ബാല എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറയും. അപ്പോൾ ബാലൻ സംശയത്തിൽ, എന്നോടാണോ സംസാരിക്കാനുള്ളത്? ആ അതെ, നിന്നോട് തന്നെയാണ് സംസാരിക്കാനുള്ളത് എന്ന് പറയും. ബാലൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി
മിത്രയുടെ അച്ഛൻ്റെ അടുത്ത് അശോകൻ്റെ അടുത്ത് ചെല്ലും. എന്നിട്ട് ചോദിക്കും എന്താണ് പറയാനുള്ളത് എന്ന് പറയും. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്, ആര്യനോട് ഈ സ്വഭാവം ഈ ചെയ്യുന്നത് നല്ലതല്ല എന്നൊന്ന് ഉപദേശിക്കണമെന്ന് പറയും. അപ്പോൾ ബാലനൊന്നും മനസ്സിലായിട്ടില്ല. ബാലൻ ചോദിക്കും എന്താണ് ഉദ്ദേശിക്കുന്നത്, ആര്യൻ ചെയ്യുന്ന ഒന്നും നല്ലതല്ല എന്ന് പറയുന്നത്. അതൊന്നുമല്ല, മിത്രേനെ അവൻ അവിടെ ഇട്ടിട്ട് ബുദ്ധിമുട്ടിക്കുന്നു, കഷ്ടപ്പെടുത്തുന്നു എന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ ഈ ചെയ്യുന്നത് അത്ര നല്ലതല്ല എന്ന് ബാലൻ അവനെ ഒന്ന് ഉപദേശിക്കണം എന്ന് പറയും. അപ്പോൾ ബാലന് കാര്യം എന്തെന്ന് മനസ്സിലായില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ മിത്ര ഇന്നലെ കണ്ടിട്ട് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ആര്യൻ എന്നെ ഉപദ്രവിക്കുന്നുണ്ട്, അല്ല ആര്യൻ എന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, വേറെ ഒന്നും കൊണ്ടല്ല, അലോക് അനുവിനെ ബുദ്ധിമുട്ടിക്കുന്നത് കാരണം അത് അറിഞ്ഞതിൻ്റെ വിഷമത്തിൽ ആര്യൻ എന്നെയും വിഷമിപ്പിക്കുന്നുണ്ട്, അപ്പോൾ അതിന് അച്ഛനൊരു പരിഹാരം കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട് മിത്ര. അപ്പോൾ അത് മനസ്സിൽ വെച്ചിട്ടാണ് മിത്രയുടെ അച്ഛൻ നമ്മുടെ ബാലനെ കാണുന്നത്. അപ്പോൾ ബാലൻ പറയും നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്, നിങ്ങൾക്ക് തെറ്റിദ്ധാരണയാണ്. കാരണം ഭാര്യയെ ഏറ്റവും നന്നായി സ്നേഹിക്കുന്ന ഒരാളാണ് എൻ്റെ ആര്യൻ. ആര്യൻ ഒരിക്കലും അവൻ്റെ ഭാര്യയെ ബുദ്ധിമുട്ടിക്കുകയോ വിഷമിപ്പിക്കുകയോ ചെയ്യില്ല, നിങ്ങൾക്ക് എന്തോ തെറ്റിദ്ധാരണയാണെന്ന് പറയും. എന്നിട്ട് പറയും നിങ്ങൾ നിങ്ങളുടെ മകളുടെ മനസ്സ് മനസ്സിലാക്കാൻ ശ്രമിക്കൂ, അവൾ അവിടെ നല്ല സന്തോഷത്തിലാണ് ഞങ്ങളുടെ വീട്ടിൽ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തെറ്റുപറ്റിയതാണ്, അവൾ നല്ല സന്തോഷത്തിലാണ് ഞങ്ങളുടെ വീട്ടിൽ കഴിയുന്നത്, ആര്യൻ അത്രയും നന്നായിട്ടാണ് അവളെ നോക്കുന്നത് എന്നൊക്കെ പറയണം. അപ്പം നമ്മുടെ അശോകന്, അതായത് മിത്രയുടെ അച്ഛനൊരു സന്തോഷമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് പിന്നെ അവർ തമ്മിലുള്ള ആ ഒരു കൂടിക്കാഴ്ച അവിടെ നിന്ന് അവസാനിക്കുകയാണ്. അങ്ങനെ ഒരു ചെറിയ ആനന്ദത്തിലാണ് നമ്മുടെ മിത്രയുടെ അച്ഛൻ അവിടെ നിന്ന് പോകുന്നത്, സന്തോഷത്തിൽ തിരിച്ചു പോകുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ അശോകൻ്റെ അനിയൻ, അതായത് അച്യുതൻ, അലോകിൻ്റെ അച്ഛൻ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ അയാൾക്ക് മനസ്സിലാവും അച്ഛന് മകളോട് ഇപ്പോഴും ഒരു സെൻറ്റിമെൻറ്റ്സ് ഉണ്ട് എന്ന്. അങ്ങനെ അച്യുതൻ ഉടൻ തന്നെ നമ്മുടെ അലോകിനെ ഫോൺ ചെയ്യണം. അപ്പോൾ അലോകും അനുവും കൂടി ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് കടയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ്റെ കോളാന്ന് കണ്ടപ്പോൾ അലോക് വണ്ടിയിൽ നിന്ന് ഇറങ്ങും. കാരണം അനു കേൾക്കണ്ടെന്ന് വിചാരിച്ചിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങും. വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താ വെച്ചാൽ വിളിച്ചത് ചോദിക്കും. അത് വേറെ ഒന്നുമില്ലടാ, ഇപ്പോൾ ചേട്ടനും ബാലനും തമ്മിൽ കണ്ടിരുന്നു, അവർ തമ്മിൽ സംസാരിക്കുന്നത് കേട്ടു എന്ന്. അപ്പോൾ വല്യച്ഛൻ അങ്ങനെ കാണാൻ വഴിയില്ലല്ലോ, അതൊന്നുമല്ലടാ, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല വല്യച്ഛന് മിത്രോട് ഇപ്പോഴും സോഫ്റ്റ് കോർണറാണ്. അപ്പോൾ നമ്മളത് നമുക്ക് ഇനി കിട്ടിയൊരു അവസരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുവാണ്. നമ്മൾ വിചാരിച്ച പോലെ നടന്നില്ലെങ്കിലും അനുവിനെ നമുക്ക് മാക്സിമം പണി കൊടുക്കണം, എന്നാലേ നമുക്കൊരു സന്തോഷം ഉണ്ടാവുള്ളൂ എന്ന് പറയും. അപ്പോൾ അച്ഛൻ പേടിക്കേണ്ട, അച്ഛൻ എന്ത് വിചാരിച്ചാലും അതുപോലെ നടത്തിത്തരണ മകനാണ് ഞാൻ, അച്ഛനെ ഒന്നുകൊണ്ടും പേടിക്കേണ്ട എന്ന് പറഞ്ഞ് അലോക് ഫോൺ കട്ട് ചെയ്യും. എന്നിട്ട് അലോക് വണ്ടിയിൽ കയറും. വണ്ടിയായിട്ട് ഒരു ടെക്സ്റ്റൈൽസിലോട്ടാണ് പോകുന്നത് അനുവിനെയും കൊണ്ട്. അപ്പോൾ ടെക്സ്റ്റൈൽസിൽ കയറി കഴിഞ്ഞപ്പോൾ അലോക് നല്ല സന്തോഷത്തിൽ നിന്നിട്ടാണ് സംസാരിക്കുന്നതൊക്കെ, കാരണം അഭിനയമാണ്. അനുവിൻ്റെ അടുത്ത് പറയും, അനു നിനക്ക് എന്താ വെച്ചാൽ വേണ്ടതെന്ന് വെച്ചാൽ എന്ത് ഡ്രസ്സുകളാണ് വേണ്ടതെങ്കിൽ എടുത്തോ, ഈ മഞ്ഞ ഡ്രസ്സ് കണ്ടില്ലേ, ഇത് നിനക്ക് നന്നായി ചേരും, നിൻ്റെ കളറിന് നന്നായി ചേരും, ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ച് നീ സമയമൊന്നും പെട്ടെന്ന് എടുക്കൊന്നും വേണ്ട, നീ ഇഷ്ടം പോലെ സമയമെടുത്ത് ആവശ്യത്തിന് നിനക്ക് എന്താണ് വേണ്ടത് അതിനനുസരിച്ചുള്ള ഡ്രസ്സുകളൊക്കെ എടുത്തോ എന്ന് പറയാണ് അലോക്. അപ്പോൾ അനുവിന് മനസ്സിലായിട്ടുണ്ട് എന്തോ ഒരു പണി വരുന്നുണ്ടെന്ന്. അപ്പോൾ അനുവും ആ ഒരു സന്തോഷവും സ്നേഹവും അഭിനയിച്ചിട്ട് അനു ശരി എന്ന് പറയും. അപ്പോൾ അലോക് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, നീയൊക്കെ ചെയ്യ്, നിനക്ക് വേണ്ടതൊക്കെ നിനക്കുള്ള പണി ഞാൻ തരാം എന്ന് പറഞ്ഞ് അലോക് അവിടെ നിന്ന് മുങ്ങുകയാണ്. ഇതേ സമയം നമ്മുടെ ജീവനെ കാണാൻ വേണ്ടിയിട്ട് ആകാശും ആര്യനും കൂടി കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ജീവൻ വരും. ജീവൻ പറഞ്ഞ ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യിക്കേണ്ടി വന്നു അല്ലേ, സോറി, ഞാൻ കറക്റ്റ് സമയം കീപ്പ് ചെയ്യാൻ നോക്കിയതാണ്, പക്ഷേ എനിക്കൊരു എമർജൻസി വർക്ക് വന്ന കാരണമാണ് ഒന്ന് ലേറ്റ് ആയത് എന്ന് പറയും. അതൊന്നും സാരമില്ല എന്ന് പറയാണ്. എന്നിട്ട് പറയും ഇവർ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ജീവൻ്റെ അച്ഛനും അമ്മയും കൂടി ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു. അപ്പോൾ നഷ്ടപരിഹാരമായിട്ട് 1 കോടി രൂപയാണ് ചോദിച്ചത്. അത് ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് അത് വലിയൊരു തുകയായത് കാരണം ജീവൻ പറ്റുവെങ്കിൽ എന്തെങ്കിലും അമ്മയോടും അച്ഛനോടും സംസാരിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് കുറച്ച് തരാൻ പറ്റും നോക്കണം എന്ന് പറയും. അപ്പോൾ ജീവൻ ചോദിക്കും ഞാനിപ്പോൾ ഇതിൽ എന്താ ചെയ്യുക? അപ്പോൾ ആകാശ് പറയും ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയ ജീവന് മാത്രമല്ലേ, വേറെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ജീവൻ ഒന്ന് സംസാരിച്ചിട്ട് എമൗണ്ടെങ്കിലും ഒന്ന് കുറച്ച് കിട്ടിക്കഴിഞ്ഞാൽ നല്ലതായിരുന്നു. അപ്പോൾ ജീവൻ പറയും നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയൂ, അല്ലെങ്കിൽ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ ജീവൻ അവിടെ നിന്ന് പോകും. അപ്പോൾ അവർക്കാകെ വിഷമാവും, കാരണം അവരുടെ ഹോപ്പൊക്കെ പോയി.
അങ്ങനെ ഇതേ സമയം അലോക് വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലെത്തിയിട്ട് പറയാണ് അവൾ പർച്ചേസ് ചെയ്യട്ടെ, ഒരുപാട് സാധനങ്ങൾ അവൾ പർച്ചേസ് ചെയ്യട്ടെ, അത് കഴിഞ്ഞ് ബില്ലടയ്ക്കാൻ നേരത്തെ എന്നെ കാണില്ലല്ലോ, അപ്പോൾ അവൾ കൊടുക്കും, പർച്ചേസ് സാധനങ്ങളൊക്കെ മടക്കി കൊടുക്കേണ്ടി വരും. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ സാന്ത്വന എപ്പിസോഡ് തീരുന്നത്. കൂടുതൽ നേരത്തെ സാന്ത്വനത്തിൻ്റെ വിശേഷങ്ങൾ അറിയാൻ ആദ്യം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനുശേഷം നിങ്ങൾ ലൈക്ക് ചെയ്യുക.